മീരയുടെ കാര്യോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. പേടിക്കാനുള്ള അവസ്ഥ കടന്നു കിട്ടിയെന്ന് തന്നെ പറയാം. അവൾ കടുകയെ ചെയ്യുമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അത് അച്ഛന് കേട്ടിട്ടുണ്ടല്ലോ. എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെയൊക്കെ അത് പറയാണെന്ന് ഞാൻ കരുതിയത്. ഒരു സമ്മർദ്ദ തന്ത്രം പോലെ. പക്ഷെ അവൾ പറ്റിച്ചളഞ്ഞു. അവളത് ചെയ്തു. ഞാൻ മീരയ്ക്ക് വാക്ക് കൊടുത്തിട്ടില്ല. ആശയോ പ്രതീക്ഷയോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ അവൾക്കൊരു ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്നിട്ടും എന്തിനാ ഞാൻ പറ്റിച്ചു എന്ന രീതിയിൽ അവൾ ഈ അബദ്ധം ചെയ്തത്? ഇനിയിപ്പോ അവൾക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ? അവൾ ഇതുവരെ സീരിയസ് ആയിട്ടോ വ്യക്തമായിട്ടോ വിവാഹ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതാണ് അതിശയം. തമാശ പോലെ ഇടയ്ക്ക് എന്തോ പറഞ്ഞിട്ട് പോവും. അതിലൊന്നും ഒരു ഗൗരവമില്ലായിരുന്നു. അല്ലെങ്കിൽ അവൾ എന്നോട് പറയണം, ഇത്രാം തീയതിക്കകം എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇത്ര ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ പറയാലോ. അല്ലെങ്കിൽ ചോദിക്കാം, നീയും ദേവികയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം അവക്കാകപ്പാടെ ഒരു മെന്റൽ ഡിപ്രഷൻ പോലായിരുന്നു. വാലും തുമ്പും ഇല്ലാതെ സംസാരിക്കുന്ന പോലെ. എന്നാ അപ്പോഴും പ്രകടമായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ കേൾക്കുന്നവർക്ക് പറയാനൊരു കഥയുണ്ട്. ഞാനവളെ താലി കെട്ടിയ കഥ. അതിന്റെ സത്യം എന്താണെന്ന് അവൾക്കറിയാം. വിഷമമല്ല, അതിനപ്പുറം ഒരു അതിശയം പോലെയും സ്വപ്നം പോലെയൊക്കെയാ തോന്നുന്നേ. ഇനി അത് പറഞ്ഞിട്ടെന്താ? ആ അച്ഛാ, പിന്നൊരു കാര്യം. മീനെ രക്ഷിച്ച് ആശുപത്രി എത്തിച്ച ആരെന്നറിയോ? ഗിരീഷേട്ടൻ. ആ പേരില് ആരെങ്കിലും അച്ഛൻ ഓർക്കുന്നുണ്ടോ? രാഷ്ട്രീയക്കാർ പലരും ഉണ്ടാവും. അതല്ല, നമ്മുടെ കുടുംബത്തില് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാള്. രജനീച്ചയുടെ ഗിരീഷേട്ടൻ. എങ്ങോട്ടോ ബൈക്കിൽ പോകുന്ന വഴി വല്ലാത്ത രീതിയിൽ കാർ കിടക്കുന്നുണ്ട് നോക്കിയതാ. എന്തോ അപകടം തോന്നി ശ്രദ്ധിച്ചത് ഭാഗ്യമായി. പണ്ടും ആൾ അങ്ങനൊക്കെ തന്നെ ആയിരുന്നല്ലോ. എല്ലാരെയും സഹായിക്കുന്നൊരു സ്വഭാവമല്ലേ ഗിരീഷേട്ടന്റെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും പറയാ, അത് മതിയായിരുന്നു അച്ഛാ. രജനീച്ചി എത്രമാത്രം ആഗ്രഹിച്ചതാ. ചേച്ചിയെ പൊന്നുപോലെ നോക്കിയാനെ. ചേച്ചി എല്ലാം കേട്ടു. ഇനിയൊരു വിവാഹ ജീവിതം എന്റെ ചേച്ചിക്ക് ഉണ്ടാവുമെന്നറിയില്ല. ആരെതിർത്താലും ഗിരീഷേട്ടനെ ഇപ്പോഴും ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണം. മരിച്ചാ മതിയായിരുന്നു ആന്റി. ഇതിപ്പോ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോ?
ഞങ്ങൾക്ക് വിഷമം മീരെ. കേട്ടോ, നന്ദൻ പറയുന്നത് കേട്ടോ, ഞങ്ങൾക്ക് വിഷമമാണെന്ന്. നന്ദൻ ഉൾപ്പെടെ എല്ലാവരും വിഷമത്തില. മോള് നന്ദന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ ഒരു വിഷമം അവന്റെ മുഖത്ത് മോൾക്ക് കാണാം. ജീവിക്കാൻ തോന്നുന്നില്ല ആന്റി. മീര, അങ്ങനെ ആത്മവിശ്വാസം ഇല്ലാതാവരുത്. ധൈര്യമായിരിക്കണം. എന്താടാ, ഹോസ്പിറ്റലെല്ലാം ഓക്കെ അല്ലേ? അപകടനില തരണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ, അപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലേ? കുറച്ചൊന്ന് മാറി. അമ്മയൊന്ന് നോർമലായി തുടങ്ങി. ആര്? ആന്റിയോ നോർമലായിരുന്നോ? ടെസ്റ്റ് മുരളേട്ട ഒന്ന് ചുമ്മാതിരിക്കേ. നോർമലായിന്ന് വെച്ചാ മീരക്കിനി ആപത്തൊന്നും ഉണ്ടായില്ലെന്ന് അറിഞ്ഞതിന്റെ ഒരു സമാധാനം. ആ, അങ്ങനെ പറ. അല്ലാതെ ആന്റി നോർമലായെന്നൊന്നും പറഞ്ഞ് ഞെട്ടിക്കല്ലേ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ഡാഡാ, പറഞ്ഞു പറഞ്ഞ് അമ്മ എന്തും പറയാനായല്ലേ? അത് എന്റെ മുമ്പ് വെച്ച്. എടാ, നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ആന്റിയെ പറയൂ. നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ആന്റിയെ കുറ്റപ്പെടുത്തി വല്ലതും പറഞ്ഞ ഈ മുരളി ആരാണെന്ന് അപ്പ കാണാം. പക്ഷെ നന്ദ, ആന്റിയുടെ രീതികൾ തീരെ ശരിയല്ല. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നീ പറഞ്ഞല്ലോ മീര ആത്മഹത്യക്ക് ശ്രമിച്ചാൽ നിനക്ക് വിഷമമുണ്ടെന്ന്, ദേവിക്ക് കുറ്റബോധമുണ്ടെന്നൊക്കെ. യഥാർത്ഥത്തിൽ മീരയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആരാ ഉത്തരവാദി? ആന്റിയ. ആന്റിയല്ലേ നിന്നെക്കുറിച്ച് അവൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്തത്? നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് ആന്റിയല്ലേ അവളോട് പറഞ്ഞത്? ആന്റിയാണ് അതിന് കുറ്റക്കാരി. ആര് കുറ്റക്കാരാണെങ്കിലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മീരയ്ക്ക് പൂർണ്ണമായും ആരോഗ്യം കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം തുറന്നു പറയണം. ദേവികയും നന്ദനും കല്യാണം കഴിഞ്ഞതൊക്കെ ദേവിക തന്നെ പറയട്ടെ. അപ്പോ മീരയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദേവിക്ക് പക്ഷേ ഇനി കുറച്ചു ദിവസത്തേക്ക് ആ മുറി വിട്ട് പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? പറഞ്ഞില്ലേ, അവള് ആകെ പേടിച്ചിരിക്കുക. ആ, പേടിച്ച് പനിയായി. ആ, അമ്മയും ചെറുതായി സൂചിപ്പിച്ചിരുന്നു. സ്വപ്നം കണ്ട് രാത്രി നിലവിളിച്ചു. ആ, അത് പറഞ്ഞു. ആദ്യം നല്ല പനിയായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. പക്ഷെ അവളുടെ അവസ്ഥ കാരണം പനി വന്നും പോയി നിൽക്കുന്ന എനിക്ക് തോന്നുന്നേ. ഗൗരി വിളിച്ചൊന്ന് സംസാരിക്കണം. രജനേച്ച സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ചേച്ചി സംസാരിക്കുന്ന പോലെ ദേവിക്ക് തോന്നും. ഗൗരി സംസാരിക്കുമ്പോ ഒരു ഫ്രണ്ടിനോട് പറയുന്ന ആശ്വാസം കിട്ടും. എന്തെങ്കിലും പൊതുകാര്യങ്ങൾ സംസാരിച്ചാലും മതി. എന്നാ ഞാനിപ്പൊ തന്നെ വിളിക്കാം. ആ, ഗൗരി. ആ, അല്ല, എന്തിനാ ഇപ്പൊ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടുന്നേ? നമുക്ക് നേരിട്ട് ഒന്ന് കാണാം. എടാ, നീ ഓട്ടം പോകാൻ തുടങ്ങല്ലേ? അത് നടക്കട്ടെ. അല്ല, ചന്ദ്രോത്ത് വരെ പോകുന്നതിന്റെ ഓട്ടോ കാശ് നീ തന്നാ മതി. തീർന്നില്ലേ? ഗൗരി, നമുക്കിറങ്ങാം. നീ പോയി വാതിലടിച്ചിട്ട് വാ. അല്ല, ഞങ്ങൾ അങ്ങോട്ട് വന്നാ ദേവികയ്ക്ക് ബുദ്ധിമുട്ടാവോ? അതങ്ങനെ ചോദിച്ചേ? പനിയൊക്കെ പിടിച്ച് അസുഖമായിട്ടിരിക്കുമ്പോ. അതെ, ഒരാൾക്ക് അസുഖമൊക്കെ വരുമ്പോ മറ്റുള്ളവരെ അന്വേഷിച്ചു പോകുന്ന എന്തിനാ? അസുഖക്കാർക്കൊരു ബലവും സന്തോഷവും ഒക്കെ കിട്ടും, പ്രത്യേകിച്ച് പരിചയക്കാരുടെ മുഖം കാണുമ്പോ. അത് മാത്രമല്ല. മതി മുരളേട്ടാ, കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വാതിലടച്ചിട്ട് വരാം. അല്ല, നന്ദൻ വന്നിട്ടേ താൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ആ, പക്ഷെ നന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ചെന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയക്കാം. തനിക്കെന്താ ഒരു വെപ്രാളം? എന്ത് വെപ്രാളം? എനിക്ക് മനസ്സിലായി. നന്ദനും ദേവികയെ അവിടെ ഒരുമിച്ചാണ്, അതല്ലേ കാര്യം? നന്ദനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടല്ലേ ഓടിപ്പടച്ചു പോകുന്നത്. നന്ദനെ ദേവികയിൽ നിന്ന് അകറ്റി നിർത്താൻ. ആ, അതൊരു കാരണോ? നാണമില്ലേ പ്രഭേ തനിക്ക്?
നിന്റെ ചില വാശികളാ കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. എന്നെ മനസ്സിലാക്കാത്തവർക്ക് അങ്ങനെ തോന്നൂ. നിന്നെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാ എനിക്കിങ്ങനെ തോന്നുന്നത്. ദേ നോക്ക്, ദേവികയെ നന്ദനിൽ നിന്ന് അകറ്റി നിർത്താൻ എത്ര ജന്മം തപസ് ചെയ്താലും തനിക്കാവില്ല. നന്ദൻ എന്നോട് സംസാരിച്ചിരുന്നു, നിന്നെ ഉപദേശിച്ച് തിരുത്തണമെന്നും പറഞ്ഞു. അല്ല, 2-3 ദിവസം വരെ മീര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നപ്പോ അയ്യോ പൊന്നേന്നും പറഞ്ഞായിരുന്നല്ലോ നിലവിളി. ഇപ്പൊ മീര നോർമലായി തുടങ്ങിയപ്പോ നീ വീണ്ടും പഴയപടിയായി. ഞാൻ എന്നും ഒരേ പ്രഭ തന്നെയാ. മീര ഐസിയുലായിരുന്നപ്പോഴും ഇപ്പൊ റൂമിലെത്തിയപ്പോഴും ഒരേ ചിന്തയിൽ തന്നെയാ. എന്താ ഇത്ര ചിന്തിക്കാൻ? വീണ്ടും നന്ദന്റെ കാര്യങ്ങൾ അവിടെ പോയി പറയാൻ പോവണം മീരയോട്. എനിക്കറിയാം, നീ നന്ദനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തുന്നതും മീരയുടെ അടുത്തേക്ക് നന്ദനെ അയക്കാൻ ശ്രമിക്കുന്നതും എനിക്ക് നല്ലോണം അറിയാം. ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എന്റെ പ്രഭേ, ചോര കണ്ടിട്ട് നിനക്ക് മതിയാവുന്നില്ലേ? പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ഒരു യക്ഷിയാക്കണ്ട. ഞാനൊരു മനുഷ്യ സ്ത്രീയാ. ഒരു കാര്യം ഞാൻ പറയാം, ആഗ്രഹങ്ങൾ പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കില്ല. ലക്ഷ്യം സാധിച്ചിട്ടേ പ്രഭ അടങ്ങൂ. ഈ വളഞ്ഞ വഴികൾ ദോഷവേ ഉണ്ടാക്കൂ. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന. എന്തായാലും ഞാൻ ചെന്ന് നന്ദനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. നന്ദ, എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ കണ്ടില്ലമ്മേ. കാണില്ലല്ലോ. കാണേണ്ടത് കാണാതിരിക്കാനുള്ള കഴിവ് നിനക്കിപ്പോ ഉണ്ട്. കൂട്ടുകെട്ടും അങ്ങനെയാണല്ലോ. നീ എന്താ ഇവിടെ? അത് ഇപ്പൊ സാധാരണ അങ്ങനെ വരാറില്ലല്ലോ. ഇന്ന് എന്തു പറ്റി? ഒന്നുമില്ല ആന്റി, ദേവിക ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തിന്? ദേവികയ്ക്ക് പനിയാണെന്ന് പറഞ്ഞു. പനി അന്വേഷിച്ചാണോ ഒരു പട ഇങ്ങോട്ട് വന്നത്? പടയോ? ഞാനും ഗൗരിയും ചേർന്നാൽ എങ്ങനെ ആന്റി പടയാവുന്നത്? പടയെന്ന് പറയുമ്പോ ആൾബലത്തിലല്ല കാര്യം, ഒറ്റയാളായാലും മതി. ഒരു സംഘത്തെ ഒതുക്കാൻ പറ്റിയാൽ അയാൾ പട തന്നെയാ. മുരളി വിചാരിച്ച 4-5 പേരെയൊക്കെ തല്ലി ഓടിക്കാൻ പറ്റില്ലേ? നാലഞ്ചൊന്നും അല്ല ആന്റി, ഒരു 7-8 പേരെയൊക്കെ നേരിടാൻ പറ്റും. സിനിമയിൽ പറയുന്നത് പോലെ മോട കണ്ടാ ഞാൻ ഇടപെടും. അതിനി ആരാണെങ്കിലും. ആരായാലും കേറിയങ്ങ് ഇടപെടാൻ പാടില്ല. ആളും തരവും കണ്ടേ കളിക്കാൻ പാടുള്ളൂ. എനിക്കെല്ലാ ആളും ഒരേ തരമാണ് ആന്റി. അല്ല, ഇതെന്തൊക്കെയാ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുരളിക്ക് മനസ്സിലാവും. അതെ, ആന്റിക്കും എനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കോഡ് ഭാഷയെ ചേച്ചി ഇത്. ഇവൾക്ക് പനിയാണെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ വന്ന് കാണുന്നത് ശരിയാണോ? ഒരസുഖക്കാരിയെ എല്ലാവരും കൂടി വന്ന് ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? ഗൗരി, നീ പ്രഗ്നന്റ് അല്ലേ? അതെ. എന്നിട്ടാണോ ഒരു പനി പിടിച്ച പേഷ്യന്റിനെ കാണാൻ വന്നത്? നിങ്ങൾക്കൊന്നും ഇത്രയും വിവരമില്ലാതായി പോയല്ലോ. മുരളിയെ വിളിച്ചോണ്ട് പോ ഗൗരി. ഇതിലും ഭേദം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറയുന്നായിരുന്നു ആന്റി.
ഭാർഗവേ, നിന്റെ മോനിപ്പോ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. മുരളി, നീ പോയേ. ഗൗരി, പ്രഭകുഞ്ഞ് പറഞ്ഞ പോലെ മുരളി വിളിച്ചോണ്ട് പോ. കുഞ്ഞ് പറഞ്ഞത് നേരാ. പനിക്കാർക്കും കുഴപ്പാ, അന്വേഷിച്ച് ചെല്ലുന്നവർക്കും കുഴപ്പാ. അമ്മേ, ഇത് ഇന്റർനാഷണൽ കാര്യമൊന്നുമല്ല. ആന്റിക്ക് എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല, അതാണ് പ്രശ്നം. അത് തന്നെയാ പ്രശ്നം. അമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഭാർഗവി ആന്റിയുടെ മുരളി ചെയ്ത് എന്റെ കളിക്കൂട്ടുകാരൻ. ഞാൻ എന്ത് സൂക്ഷിക്കണമെന്നാ നീ പറയുന്നത്? അമ്മേ, മുരളി ഈ വീട്ടിലൊരു അംഗത്തെ പോലെയല്ലേ? നമുക്ക് നല്ലത് വരാനേ മുരളി എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. മുരളി ഇങ്ങനെയൊന്നും പറയരുത്. വീട്ടിലങ്ങോ? എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കി നടക്കുന്നവൻ എന്റെ വീട്ടിലങ്ങോ ആവോ? ദേവിയെ ദ്രോഹിക്കുന്നത് ഞാനാണെന്നല്ലേ നീ പറഞ്ഞത്? അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്താണ് നീ പറഞ്ഞേ? അമ്മേ, നന്ദ, വിട. കുഞ്ഞുനാൾ മുതൽ ഇതെന്റെ ആന്റിയ. മരണം വരാതെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. ആന്റിക്ക് എന്നെ തല്ലാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. ആന്റിയുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയാണ് എന്നെ തല്ലുന്നെങ്കിലും ഞാൻ ആ തല്ല് കൊള്ളുകയുള്ളൂ. അതാരും തടയേണ്ട കാര്യമൊന്നുമില്ല. അത്ര വലിയ ഔദാര്യം ഒന്നും വേണ്ട മുരളി. എന്റെ ഔദാര്യം ആന്റിക്ക് വേണ്ടെങ്കിലും ആന്റിയുടെ ഔദാര്യം വേണം എനിക്കല്ല, ദേവികയ്ക്ക്. പാവോ ആന്റി, ദേ കണ്ടില്ലേ, ആ മീരയുടെ പ്രശ്നത്തില് പേടിച്ച് പനി പിടിച്ച് നിൽക്കുക. ഇത്രേ ഉള്ളൂ ധൈര്യം. ആന്റിയുടെയൊക്കെ ഒരു കരുതല ദേവികയ്ക്ക് ആവശ്യം. പക തീർക്കാൻ ആന്റി ഏതറ്റം വരെയും പോകുന്നറിയാം. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വെച്ച എല്ലാവർക്കും നല്ലത്. നീ ആരാടാ എന്നെ ഭീഷണിപ്പെടുത്താൻ? ആന്റി, ഞാൻ ഇതുവരെ മിണ്ടാതെ നിന്നത് മുരളിയേട്ടിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് വെച്ചു. മോളെ, ആര് പറഞ്ഞിട്ടും ആന്റിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ദേ, എന്റെ ഭർത്താവാ മുരളിയേട്ടൻ. മറ്റൊരാളോട് സംസാരിക്കുമ്പോ കുറച്ച് മാന്യത കാണിച്ച ആ മാന്യത തിരിച്ചു കിട്ടും. എന്റെ ഭർത്താവിനെ പരസ്യമായി അവഹേളിച്ച ഞാനത് നോക്കി നിൽക്കൊന്നുമില്ല. ഇനി എനിക്ക് പറയാനൊന്നുമില്ല. വഴിയെ പോകുന്നവര് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ആട്ടുന്നു. അത് കണ്ട് രസിച്ചു നിൽക്കുന്ന എന്റെ മക്കളും എന്റെ വീട്ടിലെ അടുക്കളക്കാരിയും. ആന്റി, ആന്റി എന്തും പറയുന്നത് മുള്ളും മുനയും വെച്ച. ഇപ്പൊ തന്നെ ഭാർഗവി എന്ന് പറയേണ്ടടുത്ത് ആന്റി ഉപയോഗിച്ചത് അടുക്കളക്കാരി എന്ന വാക്കാ.
എന്നോടുള്ള ദേഷ്യം എന്റെ അമ്മയോട് കാണിക്കരുത്. എന്നും ആന്റിയുടെ ഒരു അടിമയെ പോലെ ഈ ഭാർഗവി ജീവിക്കുന്നത്. പക്ഷേ ഭാർഗവിയുടെ മക്കൾ അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ദാ, ആന്റി, പ്രഭക്കുഞ്ഞിനോട് തർക്കിക്കാൻ മാത്രം വളർന്നോ നീ? വീട്ടിൽ പോടാ. ഓ, ഇനി എനിക്ക് പോവാം. എന്റെ അമ്മ പറയുന്നത് അതുപോലെ അനുസരിക്കും ഞാൻ. കാരണം എന്റെ ഒരാഗ്രഹത്തിനും എതിര് പറയാത്ത അമ്മയായത്. എനിക്കിതാ ഇവളെ, ഈ ഗൗരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് വാടാന്ന് പറഞ്ഞ ഈ അമ്മയുടെ മനസ്സ് എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്നില്ല. താലി കെട്ടിയ പെണ്ണിനെ അമ്മയെ പേടിച്ച് കൂട്ടുകാരന്റെ വീട്ടിൽ നിർത്തിയ നന്ദന്റെ അവസ്ഥ എനിക്ക് വരാത്തതും അതുകൊണ്ടാണ്. എന്നാ പിന്നെ ഞാൻ പോട്ടേടാ. ദേവിക, പടി.